ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ 𝙑𝙗𝙗 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നൊരു വാലറ്റാണ്, ഒരു മെൻസ് ഉപയോഗിക്കുന്ന ഒരു വാലറ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ചാനലിൽ നോർമലി ടെക്കും ഓട്ടോമൊബൈലും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ വാലറ്റിൽ എന്ത് സംഭവം എന്ന് അറിയാം. നമ്മളിപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നോർമൽ വാലറ്റ് അല്ല, RFID പ്രൊട്ടക്ഷൻ ഉള്ള ഒരു വാലറ്റാണ്. വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി ഐ ഡി വെരിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നൊരു ആൻറ്റി RFID ഉള്ള പ്രൊട്ടക്ഷൻ ഉള്ളൊരു വാലറ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, RFID കുറിച്ച് അറിയില്ലെങ്കിൽ നമുക്കിപ്പോൾ റേഡിയോ ഫ്രീക്വൻസി ID എന്നാണ് പറയുന്നത്. RFID എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നമ്മുടെ കാർഡിലൊക്കെ കാണുമായിരിക്കും NFC വൈഫൈ സിമ്പിൾ എന്നൊക്കെ കുറേ പേര് പറയണത് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ക്രെഡിറ്റ് കാർഡിലും ഡെബിറ്റ് കാർഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട് RFID, അതേപോലെ നമ്മളിപ്പോൾ പാസ്പോർട്ടില്ല നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന് പുതിയതെല്ലാത്തിലൊക്കെ RFID ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ RFID സംബന്ധിച്ച റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റർ റിസീവർ വെച്ചിട്ട് നമുക്ക് ഈ RFID ഡിവൈസ് ഡാറ്റയിൽ ഫുള്ള് നമുക്ക് ട്രാക്കല്ല, നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു ടെക്നോളജിയാണ് ഇപ്പോൾ RFID എന്ന് പറയുന്നത്. NFC എന്ന് പറയുന്നതും ഒരു ടൈപ്സ് ഓഫ് RFID തന്നെയാണ്. അപ്പോൾ NFC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അടുത്ത് നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് നമ്മുടെ മെഷീനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ അതിലേക്ക് കയറിയിട്ട് അങ്ങനെയാണ് നമ്മുടെ ഈ പേയ്മെൻറ്റൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ RFID ശരിക്കും നമ്മുടെ ഒരു RFID ഒരു എന്താ പറയുക ഒരു QR കോഡ് പോലത്തെ ഒരു ടാഗാണ്. അപ്പോൾ ആ ടാഗിൽ ശരിക്കും ഒരു പേജിൽ കൊള്ളാവുന്ന ഡാറ്റാസ് വരെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എത്ര അതിലുണ്ടാവും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ ഈ കാർഡ് നമുക്കിപ്പോൾ പേഴ്സിൽ വെച്ചിരിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ടെക്നോളജി ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ബാക്കിൽ നമുക്ക് നോർമലി നമ്മൾ പേഴ്സ് വെക്കുന്നത് ബാക്കിലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ള് കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ഇപ്പോൾ. അപ്പോൾ അതൊരു പേഴ്സിൽ വയ്ക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ കുറവുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആൻറ്റി RFID പ്രൊട്ടക്ഷൻ ഉള്ള ഒരു പേഴ്സുകളും അതേപോലെ ഇപ്പോൾ കാർഡ് വയ്ക്കാനുള്ള പൗച്ചുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പൗച്ച് നോക്കിയിരുന്നു, പക്ഷെ അത് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വാലറ്റിൽ വെച്ചാണ് നമ്മൾ വീഡിയോ ഇപ്പോൾ ഇങ്ങനത്തെ ആൻറ്റി RFID ഉള്ള പ്രൊട്ടക്ഷനുള്ള പേഴ്സുകളും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളൊരു അങ്ങനത്തെ ഒരു പേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 𝙑𝙗𝙗 𝙑𝙗𝙗 നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം ഒരു ഓൺലൈനായിട്ട് സെല് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. വാലറ്റ്സും ബെൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ചീപ്പുമാണ്. ഇതിന് 500 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നോർമലി നമ്മൾക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇത് വുഡ്സിൻ്റെ ആണെന്ന് വെച്ചാൽ വുഡ്ലാൻഡ് ഉണ്ടല്ലോ, നമ്മുടെ വുഡ്ലാൻഡ് ചെരുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത് ഓൾമോസ്റ്റ് 2 കൊല്ലം ആവാറായിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല, ലെതർ തന്നെയാണ്. പക്ഷേ ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് നമുക്ക് ഫുള്ളി സിബ് ചെയ്ത് അടയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ എൻ്റെ റീസെൻ്റ്ലി കുറച്ച് കാശൊക്കെ ഇങ്ങനത്തെ പോലെ ഈ ചാടിപ്പോയി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കവറിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പും അതേപോലെ RFID ഉള്ള ടൈപ്പും നമുക്ക് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ പറയണ്ട. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്സ് ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ലേറ്റ് ആക്കണ്ട. നമുക്ക് എന്തായാലും ഇത് ആക്ച്വലി ഇന്ന് ഡെലിവേർഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തുറക്കാം. 𝙑𝙗𝙗 ബ്രാൻഡിങ് ആയിട്ട് കുറച്ച് പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്വിസ് ആർമിയുടെ ഇങ്ങനത്തെ കവറിങ് പേഴ്സ് വരുന്നത് കുറച്ച് മോഡലുകളൊക്കെ ഉള്ളൂ ശരിക്കും. വുഡ്ലാൻഡ്സിനും ഉണ്ടായിരുന്നു, പക്ഷേ ഔട്ട് ഓഫ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് RFID പ്രൊട്ടക്ഷൻ അല്ല. അപ്പോൾ ഞാൻ ഈ പണ്ട് ഉപയോഗിക്കുന്നതും RFID പ്രൊട്ടക്ഷനായിട്ട് അല്ലാത്തൊരു വാലറ്റാണ്. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ മാറ്റാൻ കാരണം. അപ്പോൾ ഇതാണ് പേഴ്സ് പറയുന്നത്. ഞാനിത് ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു പേഴ്സാണ്. നമുക്കിങ്ങനെ എന്താ പറയുക സിബ് ചെയ്ത് അടച്ച് വയ്ക്കാം. അപ്പോൾ അതൊരു വേറൊരു ടൈപ്പ് പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ജെനുവൻ ലെതർ കാര്യങ്ങളൊക്കെയാണ്. എന്താ വെച്ചാൽ നമ്മുടെ പേഴ്സിൽ നിന്ന് സാധനങ്ങൾ ചാടിപ്പോകാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ പേഴ്സ് ചിലപ്പോൾ പോക്കറ്റിലേക്ക് പോകുക അല്ലെങ്കിൽ എടുക്കുമ്പോൾ പുറത്തേക്ക് പോകുക, അങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങൾ വരുന്നത് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനത്തെ പേഴ്സ് വാങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ അത് മെയിൻ ഉദ്ദേശങ്ങൾ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. എന്താ വെച്ചാൽ റീസെൻ്റ്ലിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അതുകൊണ്ട് മാത്രം. ഇത് ഉള്ളിലൊക്കെ നിങ്ങൾക്ക് കാണാം 𝙑𝙗𝙗 ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ക്വാളിറ്റി പേഴ്സാണ് കേട്ടോ. അത് ആക്ച്വലി ജെനുവൻ ലെതർ തന്നെയാണ്. നല്ല റിവ്യൂ ഉണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ ഒരു 500 520 ആ റേഞ്ചിലേക്കേ വരുന്നുള്ളൂ. എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വിട്ട് വാങ്ങിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ബ്രൗണും ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ 𝙑𝙗𝙗 ബ്രാൻഡിങ് ആയിട്ട് ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി എൻ്റെ ഉള്ളത് ഇങ്ങനത്തെ പേഴ്സായിരുന്നു. ഇത് ജെനുവൻ ലെതർ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറേ കാർഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ളതിനും വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ കാർഡ് ഹോൾഡറായിട്ട് നമുക്കിതിൽ വരുന്നത് 1 2 3 വരുന്നുണ്ട് കാർഡ് ഹോൾഡറായിട്ട്. പിന്നെ നമുക്ക് ഇവിടെയും വേണമെങ്കിൽ വയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് പിന്നെ കോയിൻ ഇടാനുള്ള വേറെ സെപ്പറേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ ഭയങ്കര തടി കുറവാണോ.
നമുക്ക് പേഴ്സിൽ വയ്ക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഇത് കണ്ടു നമുക്ക് തടി വ്യത്യാസം കണ്ടു. ഞാനിത് സ്വിസ് ആർമിയുടെ ആണ് ആദ്യം നോക്കിയത്, സ്വിസ് മിലിറ്ററിയുടെ. പക്ഷെ അത് ഭയങ്കര സൈസാണ്, നമുക്കിത് പാൻറ്റിൻ്റെ പോക്കറ്റിലും കാര്യങ്ങളും എടുത്തിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ അത് ഫുള്ളി സിബ് ആയിരുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ലിം ആയിട്ടുള്ളൊരു നല്ലൊരു മോഡൽ നോക്കിയിട്ടാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വൈറ്റ് ഹോണിലാണ് അത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ 6 month വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോയതിലേക്ക് എല്ലാം ഡീറ്റെയിൽസും നമ്മുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ടപ്പോൾ ഈ RFID വാലറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പോലെ NFC സപ്പോർട്ടൊക്കെ ഉള്ള കുറേ കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാർഡിലേക്ക് മാറുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു കാർഡ് ഹോൾഡർ വാങ്ങിച്ച് വെച്ചാലും മതി, RFID പ്രൊട്ടക്ഷനുള്ള ഒരു കാർഡ് ഹോൾഡർ വെച്ചാലും മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. Instagram, Facebook ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗിവ് വീഡിയോ കാണാത്തൊരു പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.